ഇന്ന് നമുക്ക് വിനീഗർ ഒന്നും ചേർക്കാതെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കാം. അപ്പം അതിനുവേണ്ടി പാകത്തിന് പുളിയുള്ള 1 കിലോ മാങ്ങ ക്ലീൻ ചെയ്തിട്ട് വെള്ളമയമൊക്കെ തുടച്ചെടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഒരു ദിവസം ഒന്ന് പുറത്ത് വെച്ചേക്കണം. ഇനി പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കണം. എന്നിട്ടിത് ഒന്ന് ആറി കഴിയുമ്പോൾ ചെറിയ തരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി പാനിലോട്ട് 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഈ സമയത്ത് ഇതിലോട്ട് 4 വറ്റൽമുളക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നോർമൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് 8 ടേബിൾ സ്പൂൺ ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം, പച്ചമണം പോകുന്നിടം വരെ. പിന്നെ ഇതിലോട്ട് 1.5 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോയി കഴിഞ്ഞിട്ട് മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മളെ പൊടിച്ച് വെച്ചില്ലേ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലോട്ട് 100 ഗ്രാം നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ആറി കഴിയുമ്പോൾ വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് തല്ലിപ്പൊത്തി ഒന്ന് അടച്ചു വെക്കണം. സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒരു ദിവസം ഒന്ന് വെളിയിൽ തന്നെ വെച്ചേക്കാം. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസത്തെ നല്ല വെയിലും കൂടെ ഒന്ന് കൊള്ളിക്കണം. ഇതുപോലെ തന്നെ മേളിൽ നിന്ന് കവറൊക്കെ മാറ്റിയിട്ട് 2 ദിവസം വെയിലൊക്കെ കൊള്ളിച്ചെടുത്ത് വാങ്ങിയത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മാങ്ങാച്ചാർ റെഡിയായി കിട്ടും.